മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്ക് 5 സെന്റ് ഭൂമിയിൽ വീട് നിർമ്മിച്ച് നൽകുമെന്ന നിലപാടിൽ നിന്ന് സർക്കാർ അയയുന്നു. ദുരന്തബാധിതർക്ക് കൂടുതൽ ഭൂമി ലഭ്യമാക്കാനുള്ള നീക്കം തുടങ്ങി. ടൗൺഷിപ്പ് നിർമ്മാണത്തിൽ നിന്ന് നെടുമ്പാല എസ്റ്റേറ്റിനെ ഒഴിവാക്കും. എൽസ്റ്റൺ എസ്റ്റേറ്റിൽ തന്നെ ടൗൺഷിപ്പ് നിർമ്മിക്കാനാണ് ഇപ്പോൾ സർക്കാരിൻ്റെ നീക്കം. 24 എക്സ്ക്ലൂസീവ് സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്നും തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ് സുർജിത്ത്. യഥാർത്ഥത്തിൽ സർക്കാർ അവർ നിലപാട് മാറ്റുന്നു എന്ന വിശ്വാസയോഗ്യമായ കേന്ദ്രങ്ങളിൽ നിന്നുള്ള വിവരമാണോ നമുക്ക് ലഭിച്ചിട്ടുള്ളത്? തീർച്ചയായും SKN, ഗുഡ് മോർണിംഗ്. എന്തായാലും അത് എൽസ്റ്റൺ എസ്റ്റേറ്റിലേക്ക് ഈ പുനരധിവാസ ശ്രമങ്ങൾ ചുരുക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ സർക്കാർ നടക്കുന്നത്. കാരണം പ്രത്യേകിച്ച് ഈ ഹാരിസൺ മലയാളം നിയമ നടപടിയുമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അതൊരു പക്ഷേ പുനരധിവാസത്തെ വൈകിപ്പിക്കാൻ ഇടയാക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് അത്തരത്തിലൊരു ദൗത്യത്തിലേക്ക് ഇപ്പോൾ സർക്കാർ കടക്കുന്നത്. മാത്രമല്ല എൽസ്റ്റൺ എസ്റ്റേറ്റിൽ 400-ൽ താഴെ മാത്രം വീടുകൾ മതിയാകും എന്നുള്ളതാണ്. ഈ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് 400 താഴെ വീടുകൾ നിർമ്മിക്കാനുള്ള സ്ഥലം ഏറ്റെടുക്കാൻ കഴിയും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അത് എൽസ്റ്റൺ എസ്റ്റേറ്റിലേക്ക് മാറ്റാനുള്ള നീക്കം നടത്തുന്നത്. മാത്രമല്ല ടൗൺഷിപ്പ് എന്നുള്ള ഒരു കാര്യം അത് ഈ കൽപ്പറ്റ നഗരത്തിനകത്ത് തന്നെയാണ് എൽസ്റ്റൺ എസ്റ്റേറ്റ്. ബൈപ്പാസിനോട് ചേർന്ന സ്ഥലത്താണ് എൽസ്റ്റൺ എസ്റ്റേറ്റ്. സ്വാഭാവികമായും മറ്റനുബന്ധ സൗകര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു 1.5 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ എല്ലാം ഉണ്ട്. ആശുപത്രികളുണ്ട്, അംഗൻവാടികളുണ്ട്, സ്കൂളുകളുണ്ട്, അങ്ങനെ എല്ലാ സൗകര്യങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെ വീടുകൾക്ക് പ്രാധാന്യം കൊടുക്കാൻ, അതായത് 10 സെൻറ്റ് ഭൂമിയിൽ തന്നെ വീട് നിർമ്മിക്കണമെന്നുള്ള ആവശ്യമാണ് ദുരന്തബാധിതർ പ്രധാനമായും ഉന്നയിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ കൂടുതൽ ഭൂമി, നേരത്തെ 5 സെൻറ്റ് ഭൂമിയിൽ പുനരധിവാസം എന്നുള്ള തരത്തിലായിരുന്നു എൽസ്റ്റൺ എസ്റ്റേറ്റിൽ പറഞ്ഞിരുന്നത്. പക്ഷേ അതിലൊരു മാറ്റം വരുത്താൻ വേണ്ടി പോകുന്നു. പ്രത്യേകിച്ച് പ്രതിഷേധത്തിലെല്ലാം തന്നെ പ്രധാനമായും ഉയരുന്നത് 10 സെൻറ്റ് ഭൂമിയിൽ തന്നെ പുനരധിവാസം വേണമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ 5 സെൻറ്റ് എന്നതിൽ നിന്ന് സർക്കാർ അയയുകയാണ്. കൂടുതൽ ഭൂമി ദുരന്തബാധിത കുടുംബങ്ങൾക്ക് ലഭ്യമാക്കാനുള്ള ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാകുമെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്തായാലും മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ ഈ പട്ടികയുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു. ആ ആക്ഷേപങ്ങൾക്ക് മുകളിൽ അത് അവരെ കേൾക്കാൻ വേണ്ടി അദാലത്ത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് സർക്കാർ കടക്കുന്നു എന്നുള്ളതാണ്. അതിൽ റവന്യൂ മന്ത്രി തന്നെ നേരിട്ട് പങ്കെടുക്കുമെന്നുള്ള തരത്തിലുള്ള വിവരങ്ങൾ കൂടി നമുക്ക് ലഭ്യമാകുന്നുണ്ട്. അത്തരത്തിലുള്ള വലിയ ശ്രമങ്ങൾ, വലിയ ഇടപെടലുകൾ സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാവുകയാണ്. അതോടൊപ്പം ഇന്ന് സമരപ്രഖ്യാപനം, ഇന്നും മറ്റൊരു സമരം കൂടി നടക്കുന്നുണ്ട്. ഇന്നലെ ജനശബ്ദം ആക്ഷൻ കമ്മിറ്റി സമരം നടത്തിയിരുന്നു. ഇന്ന് ഇപ്പോൾ ചൂരൽമല മുണ്ടക്കൈ ദുരന്തബാധിതരുടെ ജനകീയ സമിതിയുടെ സമരമാണ്. അത് ഈ കളക്ടറേറ്റ് പടിക്കലാണ്. ഉപവാസം എന്നുള്ള നിലയിലാണ് ഈ സമരം നടക്കുന്നത്. രാവിലെ തന്നെ സമരം ആരംഭിക്കും. LDFും സമരമുഖത്താണ്. LDF കേന്ദ്ര സർക്കാരിൻ്റെ അവഗണനയ്ക്കെതിരെ ഡൽഹിയിലാണ് സമരം നടത്തുന്നത്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള സമരമുഖത്തേക്ക്, സമര വഴിയിലേക്ക് ചൂരൽമല മുണ്ടക്കൈ വിഷയം മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. SKN. ഓക്കെ, താങ്ക് യു. സുർജിത്ത് അയ്യപ്പത്താണ് വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.